പുതിയ ഡയറക്ടർമാർക്കാണ് കിട്ടാറേ ഇല്ല. നല്ല ബാനർ വലിയ ബാനറൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. ഞങ്ങൾ തന്നെ ഈ പടത്തിന് വേണ്ടി പല ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴും ചോദിക്കണ ഈ ജീവചരിത്രം എന്താ പേരിൻ്റെ വാലും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ അല്ലല്ലോ, ഇതൊരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ചില നേരം അവിടെ നിന്നാണ് പ്രേതം വരുന്നതും അവിടെ നിന്നാണ് ചെലുത്താൻ വരുന്നതും ഒക്കെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി അവിടെ ഉണ്ട്. അത് ഏത് മതത്തിലായാലും, മുസ്ലിം ആവട്ടെ, ഇദ്ദേഹം മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇദ്ദേഹം ക്രിസ്ത്യാനാണ്, അദ്ദേഹം ഹിന്ദുവാണ്, എല്ലാവരിലും വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ തല്ലുപിടിക്കുന്ന ഒരു അർത്ഥമില്ല. നമ്മളിത് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്ന് തോന്നും. വയലാർ പറഞ്ഞ പോലെ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. ഒന്നാമത് കറൻറ്റും പാസ്റ്റും ഇങ്ങനെ മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ തന്നെ പിന്നെ സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞ മാതിരി തന്നെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതിലേക്കുള്ള ഉപരി എഡിറ്റിങ്ങിലേക്കായിട്ട് ഉപരി കുറച്ച് വെല്ലുവിളി വന്നത് നമുക്ക് കളർ ഗ്രേഡിങ്ങിലാണ്. ക്യാമറയ്ക്ക് 10-20 കിലോ അപ്പൊ ഞാനിത് അവരോട് പറഞ്ഞു, ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ തരും കയ്യിൽ, അത്ര സമയം പിടിച്ചോണ്ടിരിക്കണം. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒരു ഓപ്പൺ ആയിട്ട് അവർ ചെയ്തു. പക്ഷെ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ പഴയ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന പോലെയാ. ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രേതങ്ങളുടെ കൂട്ട് എന്ന സിനിമയിലെ ക്രൂ ആണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പം അതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇത് എൻ്റെ അടുത്തിരിക്കുന്നത് സംവിധായകനാണ്. അദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതിയതും സംഭാഷണമൊക്കെ എഴുതിയതും. അദ്ദേഹത്തിൻ്റെ പേര് സുധീർ സാലി എന്നാണ്. നല്ലൊരു ആർട്ട് ഡയറക്ടറാണ്, ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഒരുപാട് അത് അദ്ദേഹം വിവരിക്കും. ഇടത് ഭാഗത്തിരിക്കുന്നത് DOP ആണ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. ടോൺസ് എന്നാണ് പേര്. അദ്ദേഹം ഒരുപാട് സിനിമകളിലും അഡ്വർടൈസ്മെൻറ്റിലുമൊക്കെ ഫോട്ടോഗ്രാഫി നിർവഹിച്ചിട്ടുള്ള വളരെ മിതത്വം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ മെയിൻ എഡിറ്റർ. അദ്ദേഹം കോഴിക്കോട് നിന്നാണ്. ആമിൻ സ്റ്റുഡിയോയുടെ ഡയറക്ടർ കൂടിയായ ഹരി ജി നായരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആളുകൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ സിനിമ സാറിൻ്റെ പേര് പറഞ്ഞത് ശരിയാണ്. എൻ്റെ പേര് ജോർജ് ക്ലിയാറ എന്നാണ്. ഞാനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മുടെ സിനിമയെ പറ്റി കൂടുതൽ പറയാമോ? ഈ പ്രേതങ്ങളുടെ കൂട്ടം ശരിക്കും എന്താണ് ഈ പ്രേതങ്ങളുടെ കൂട്ടം? അത് അതിൻ്റെ സൃഷ്ടി നടത്തിയ ആളുടെ അടുത്ത് തന്നെ പറയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വര എന്താ പറഞ്ഞ കേട്ടില്ല. നമ്മുടെ ഈ പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ തന്നെ ഭയങ്കര നിഗൂഢകരമായ ഒരു ടൈറ്റിൽ. അപ്പോൾ എന്താണ് ശരിക്കും ഈ പ്രേതങ്ങളുടെ കൂട്ടം? അതെ, ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ കുറേ കൂട്ടുകാരെ അഭിനയ ചാൻസ് ചോദിച്ചു വന്നു. മിക്കവരും പറഞ്ഞു ഞാൻ വില്ലനായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. അതായത് നായകനായിട്ട് അവരെ പറ്റൂലെന്ന് അവർ തന്നെ പറഞ്ഞോണ്ട് വില്ലനായിട്ട് അഭിനയിക്കാന്നാണ്. പിന്നെ ആൾക്കാർ പറഞ്ഞു ഞാൻ പ്രേതമായിട്ട് അഭിനയിക്കാന്നാണ്. അപ്പോൾ അധികം വേറെ ഇതൊന്നുമില്ല, വെറുതെ വെച്ചെടുത്താൽ മതിയല്ല. അങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രേതമായിട്ട് അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറയണം. അപ്പോൾ ഞാൻ എന്നാൽ അതേപോലത്തെ ഒരു കഥ വെച്ച് കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 13 പേരും പ്രേതം തന്നെയാണ്. പല വഴിയിലൂടെയും പ്രേതമായിട്ട് പിന്നുണ്ട്. അതുകൊണ്ട് ഇതിന് പറ്റിയ പേരാണ് പ്രേതങ്ങളുടെ കൂട്ടം. പിന്നെ നിങ്ങൾ കണ്ടു നോക്കിയാൽ അത് എത്രത്തോളം അതായെന്ന് അറിയാൻ പറ്റുള്ളേ. ശരിക്കും ഈ സിനിമയുടെ ഒരു ജോണർ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ഈ സിനിമ നമുക്ക് പറയാം? ഇത് ബ്ലാക്ക് ഹൊറർ കോമഡി അല്ലേ? ഹൊറർ കോമഡി എന്നതില്ല. പൊതുവെ നമ്മൾ പറയില്ലേ, ഹൊററും ആണെങ്കിലും കോമഡി ആണെങ്കിലും ഭയങ്കരമായിട്ട് കുറച്ച് ഉള്ളൊരു 2 ജോണറാണ്. ഈ ഒരു വർക്കൗട്ട് ആവാൻ നല്ല പാടുള്ള. അപ്പൊ എങ്ങനെയാണ് ഈ ഇത് ഡയലോഗ്സ് ഒക്കെ? ഞാനേ കുറെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് കൂട്ടിക്ക് വെച്ച് നോക്കിയപ്പോൾ ഇതൊരു തീം കിട്ടി. നമ്മുടെ എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളായതുകൊണ്ട് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റിയത്. ഈ ജോർജ് സാർ എങ്ങനെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന ഇതിലേക്ക് വന്നത്? ഈ MK അർജുനൻ മാസ്റ്ററിൻ്റെ ഒരു സഹായിയായിരുന്നു ഞാൻ ഒരു 25-30 വർഷത്തോളം. എൻ്റെ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ
സിംഗറല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാട്ടോട് ഭയങ്കര ഇഷ്ടം ചെറുപ്പം മുതൽ. അപ്പോൾ മാസ്റ്റർ എന്നെയാണ് എല്ലായിടത്തും കൊണ്ടുപോകണത്. എല്ലാ പരിപാടികളുണ്ടെങ്കിലും അതിൻ്റെ തീമൊക്കെ എഴുതി കൊടുക്കലും പ്രസംഗം എഴുതി കൊടുക്കലും ഒക്കെ നമ്മുടെ പണിയായി. അപ്പം മാഷിന് ഒരു ഡോക്യുമെൻ്ററി മാഷിൻ്റെ ഉണ്ടാക്കണമെന്നുള്ളൊരാഗ്രഹം. എനിക്ക് തോന്നുന്ന ഒരു 5 വർഷം മുമ്പ് അത് തുടങ്ങിയതാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഇതിന് ഫൈനാൻസായിട്ട് ഡോക്യുമെൻ്ററി ആണെങ്കിൽ പോലും അർജുന മാഷിനെ പോലെയുള്ള ഒരാളുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. അദ്ദേഹത്തിന് സംഗീത ലോകത്തെ അല്ലെങ്കിൽ സിനിമാ ലോകത്തെ ഒരുപാട് ആളുകളുമായിട്ട് പരിചയം. അപ്പോൾ സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബുമായിട്ട് ഇത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ അതെല്ലാം ചെയ്തേക്കാം, ജോർജ് ചേട്ടൻ അതിൻ്റെ ഒരു എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. 2 വർഷം എടുത്തു അതൊന്ന് പൂർത്തീകരിക്കും. അത് വലിയൊരു വിജയമായിരുന്നു. 55 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി. മാഷിനെ പറ്റി ആരും ഉണ്ടാക്കിയിട്ടില്ല. ഡോക്യുമെൻ്ററി മാത്രമല്ല, അദ്ദേഹം വളരെ സാത്വികനായ മനുഷ്യനായിരുന്നു. ആരോടും പഴക്കില്ല, പ്രശസ്തിക്ക് വേണ്ടി നടക്കാറില്ല, അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ 55 മിനിറ്റുള്ള ഡോക്യുമെൻ്ററി എടുത്തിട്ട് തിരുവനന്തപുരം കലാഭവനിൽ വെച്ചിട്ടാണ് അതിൻ്റെ റിലീസ് ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് അത് റിലീസ് ചെയ്തത്. ഒരു നിറഞ്ഞ സദസ്സിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു. എൻ്റെ കാര്യമൊന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് എല്ലാ ചാനലുകാർക്കും എനിക്കത് കൊടുക്കാൻ പറ്റി. അത് കാരണം കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അതൊരു ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് ഈ ടെലിഫോണിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി കുട്ടികളിലും യുവാക്കളിലും ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഷോർട്ട് ഫിലിമുണ്ട് ചെയ്തു. അത് ഗന്ധർവയാത്ര എന്ന് പറയും. അത് പ്രദീപ് നാരായണൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹം ഗുരുവായൂരുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായി ചെയ്തതാണ്. അതിപ്പോൾ സാമൂഹ്യ ക്ഷേമ വകുപ്പ് അത് എടുത്തു. എന്നിട്ട് അതിപ്പോൾ ഒരു 2 വർഷമായി. അവർ അത് സ്കൂളുകളിലും മറ്റ് ലൈബ്രറികളിലൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് സംതൃപ്തിയുള്ളത്. അതോടുകൂടി ഞാൻ എൻ്റെ ആ ചാപ്റ്റർ നിർത്തിയതാണ്. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നിക്സൺ സൂര്യൻ, പ്രധാന നടൻ. അദ്ദേഹം പറഞ്ഞു അവർ ഷോർട്ട് ഫിലിമൊക്കെ പലത് കഴിഞ്ഞു, എനിക്ക് ഞങ്ങൾ വലിയൊരു സിനിമയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യം, നിങ്ങൾ നടക്കട്ടെ. പക്ഷേ അവർ തുടർച്ചയായിട്ട് എന്നോട് പറഞ്ഞു അതിനൊരു പൂർത്തീകരണം വേണം, അല്ലെങ്കിൽ അതാരെങ്കിലും ഒരാൾ സ്റ്റെപ്പിൻ ചെയ്താൽ മാത്രമേ അതിന് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിമുഖത കാണിച്ചാണ്. കാരണം ഞാനൊരു ചെറിയ കരാറുകാരനൊക്കെ ആയിട്ട് നടക്കുന്ന നേവിയുടെ ഒരു ചെറിയ കരാറുകാരനാണ്. അപ്പം ഈ നമ്മുടെ പണി ഇതല്ല. അങ്ങനെ നടക്കുമ്പോഴാണ് പിന്നെ ഇവരുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ വിചാരിച്ചു കലയെ മാത്രം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ മാത്രം ധ്യാനിച്ച് നടക്കുന്ന ഇവരെ ഈ കൈ പൊക്കി അല്ലെങ്കിൽ കൈയൊന്ന് ഉയർത്തി അവരെ ഒന്ന് സഹായിക്കാനായിട്ട് ആരുമില്ല. ഞാൻ വിചാരിച്ചു നല്ലതാണ്, തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി പയ്യെ സ്റ്റെപ്പായി ഒരുപാട് ദുർഘടങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ക്രൂവിൻ്റെ സാന്നിധ്യം അവരുടെ ഞാൻ പല കാര്യങ്ങളിലും ഒരുപാട് വറിയെടുത്തിട്ടില്ല. കാരണം അതിൻ്റെ സംവിധായകൻ അതിന് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ചിലവ് ചുരുക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവരുടെ ഒരു പാഷൻ അതാണ്, സിനിമ അത് വിജയിപ്പിക്കണം എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാര്യം, ഒരു നല്ല ഡയറക്ടർ ഉണ്ടാവുക, ഒരു കുറേ നല്ല നടന്മാരുണ്ടാവുക, അങ്ങനെയാണ് ഇതിനകത്തേക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ DOP-നുള്ള ടോൺസിനോട്. അപ്പോൾ ഞാൻ കേട്ടു ഭയങ്കര മലയിലാണ് ഈ സിനിമ എടുത്തത്, മാമലക്കണ്ടം സ്ഥലം. ഭയങ്കര എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം ആ ഒരു വെയിറ്റും ക്യാമറ ഷൂട്ടിങ് ക്യാമറ എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് ഒരു മഴയൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അത് 18 മിനിറ്റ് 16 മിനിറ്റിൻ്റെ ഒറ്റ ഷോട്ടുകളാണ് കുറേ പോകുന്നത്. അത് സ്റ്റിച്ചിങ് ഷോട്ടായിട്ട് കുറേ ഭാഗങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഇവരെങ്ങനെ ഡയറക്ഷൻ ചെയ്യിക്കേണ്ട കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടൈമിങ് എടുക്കണ്ടേ, ഡയറക്ടർ കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കേസ് കൂടിയായിരുന്നു. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്കവിടെ യൂണിറ്റൊന്നും കയറി ചെല്ലില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം
നമ്മൾ അവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 5:30 to 6 മണി ആ ഒരു സമയത്താണ് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നൈറ്റ് മൂഡാണ്, ഒരു ഈവൻ ലൈറ്റും അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മൂൺ ലൈറ്റിൻ്റെ സോഴ്സ് വെച്ച് ചെയ്യുമ്പോൾ ഒറ്റ ടേക്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് ടേക്ക് പോകണം. കണ്ടിന്യൂസ് ഷോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം രാവിലെ ഒരു റിഹേഴ്സൽ കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ടേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളിലായിരുന്നു അത് ഷൂട്ട് ചെയ്ത് പോകുന്നത്. ഭയങ്കര റിസ്ക് ആയിരുന്നു. ഏറ്റവും ഒരു ചാലഞ്ചിങ് ആയി തോന്നിയൊരു കാര്യം എന്താണ് ആ ഷൂട്ടിന്റെ സമയത്ത്? ഷൂട്ടിന്റെ ചാലഞ്ചിങ് ആയി പോകുന്നത് ഈ ക്യാമറ വെച്ച് ഇവരെ പുറകെ ഓടുക എന്നുള്ളത് തന്നെ വലിയ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം അതിനകത്ത് നമ്മൾ അവിടെ കയറി ചെല്ലാൻ ലൈറ്റുകളൊക്കെ കുറവായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സോഴ്സ് KSEBയുടെ ലൈറ്റിൻ്റെ സോഴ്സ് കുറവായിരുന്നു. കാറ്റ് വീശിയാലോ മഴ പെയ്താലോ അപ്പോൾ തന്നെ കറണ്ട് പോകും. പിന്നെ ഇവിടെ സോളാർ ക്യാമറയ്ക്ക് 10-20 കിലോ അപ്പൊ ഞാനിത് അവരോട് പറഞ്ഞു, ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ തരും കയ്യിൽ, അത്ര സമയം പിടിച്ചോണ്ടിരിക്കണം. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒരു ഓപ്പൺ ആയിട്ട് അവർ ചെയ്തു. പക്ഷെ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ പഴയ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന പോലെയാ. നമ്മൾ പണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ട്രാക്കുകൾ ആരെങ്കിലും അവരോട് തെറ്റിച്ച് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ പോലെ തന്നെ ഇത് തന്നെയായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്. അവർക്ക് അറിയാൻ പാടില്ല ഇതിന്റെ വെയിറ്റ് എന്താണ്, എഫൾട്ട് എന്താണ്. ഓരോരുത്തർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കുറച്ചേരം പിടിച്ചോണ്ടിരുന്നു, കുറച്ചേരം പിടി അവർക്ക് പറ്റണില്ല. അപ്പൊ പിന്നെ സെറ്റാവും. അങ്ങനെയായിരുന്നു. പിന്നെ ഭയങ്കര വഴുക്കലൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ ഈ മൂവിയില് എഡിറ്റർ സാറാണല്ലോ. അപ്പം ഇപ്പൊ ഒരു മൂവി എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കഥ ഉൾക്കൊള്ളണം അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്? ഞാനിങ്ങനെ കേട്ടു, ഇപ്പോൾ സുധി സാറാണെങ്കിൽ എപ്പോഴും ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പിറകെ നടക്കുകയായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? എഡിറ്റിങ്ങിൽ കുറച്ച് വെല്ലുവിളികളുണ്ട് ഈ സിനിമയിൽ. ഒന്നാമത് കറൻറ്റും പാസ്റ്റും ഇങ്ങനെ മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ തന്നെ പിന്നെ സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞ മാതിരി തന്നെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതിലേക്കുള്ള ഉപരി എഡിറ്റിങ്ങിലേക്കായിട്ട് ഉപരി കുറച്ച് വെല്ലുവിളി വന്നത് നമുക്ക് കളർ ഗ്രേഡിങ്ങിലാണ്. എന്നുവെച്ചാൽ ടോൺസാട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഡേ ഫോർ നൈറ്റും പിന്നെ സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ ടോൺസാട്ടിന് ഈ പാറയിൽ പോകുമ്പം എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. വെച്ചാൽ ഓവർ ലൈറ്റ്സ് നമുക്ക് ആ ഹില്ലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയ ലൈറ്റ്സേ ഉള്ളൂ. പിന്നെ ഒരു ജീപ്പിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലൈറ്റുകളും ജനറേറ്റർ നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രേഡിങ്ങിൽ ആണ് ഞങ്ങൾക്ക് ഒരു സമയം എടുത്തത്. പിന്നെ ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ പടം ഫുൾ കട്ട് ഓഫ് ചെയ്തു. പിന്നെ സെൻസറിങ്ങിന് ലാസ്റ്റ് ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അത് പിന്നെ നമുക്കൊരു ഒരു 2 ആഴ്ച എടുത്തു. 2 ആഴ്ച എടുത്തു. സെൻസറിങ്ങിന് ഒരു ടൈം എടുത്തു. ഇപ്പോൾ ഓൾറെഡി പാക്ഡ് ആയി പടം. ഇപ്പം എല്ലാം ഓക്കെ. എഡിറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ല ഞാൻ പറയാനല്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടെ നമുക്ക് വെല്ലുവിളി കളർ ഗ്രേഡിങ്ങിലാണ്. കളർ ഗ്രേഡിങ്ങിൽ ഡേ ഫോർ നൈറ്റ് ആണ്. പിന്നെ മഴ ഉണ്ട്. 2-3 ടോണിൽ ഈ സാധനം പോകുന്നുണ്ട്. പടം കാണുമ്പോൾ അറിയാം. പിന്നെ വേരിയേഷൻസ് ഉണ്ട്, നല്ല വേരിയേഷൻസ് ഉണ്ട്. അതാണ് കുറച്ച് വെല്ലുവിളി ഉണ്ടായത്. കുറച്ച് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ചിലപ്പോൾ പടം റിലീസിന് മുമ്പ് ആളുകൾ ശ്രദ്ധിക്കില്ല. പക്ഷേ പടം കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും എഡിറ്ററിന് DIയുടെ എന്താണ് അഭിപ്രായം അങ്ങനത്തെ ഒരു വർക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ്സുകൾ ഉപയോഗിച്ച് സിനിമ ലൈറ്റ്സ് അല്ല ടോൺസാട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അധികം നമ്മൾ സിനിമയ്ക്ക് കാണുന്ന നിങ്ങൾ കാണുന്ന ലൊക്കേഷൻസ് ലൈറ്റ്സ് അല്ല കൂടുതൽ ഉപയോഗിച്ചത്. നമ്മൾ അവൈലബിൾ നമ്മളെ ഈ പഴയ ഹാലോജൻ ബൾബ് ഉണ്ടല്ലോ, 100 വാട്ട്സ് 60 വാട്ട്സ് ലൈറ്റ്സ്. നമുക്ക് ലൊക്കേഷനിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഈ പടം കാണുമ്പോൾ തന്നെ അറിയാം. ട്രെയിലറിൽ എനിക്ക് തോന്നുന്ന ഷോർട്സ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നമുക്ക് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ലൈറ്റ്സേ പറ്റുള്ളൂ അവിടെ. കാരണം എന്ന് വെച്ചാൽ അത്ര പേര് ക്യാരക്ടർ. പിന്നെ ഓൾമോസ്റ്റ് കുറച്ചിരി വൈഡാണ് കുറച്ച് സാധനങ്ങൾ. ഈ സ്റ്റഡിക്കാൻ പോകുന്നതുകൊണ്ട് ടോൺസാറ്റിൻ്റെ ലേറ്റ് ഈ പടത്തിലേറ്റ് സഫർ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ആ ലൊക്കേഷനിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മതി, പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഷോർട്ട് 16 മുതൽ 20 മിനിറ്റ് വരെ ഷോർട്സുകളൊക്കെ ഉണ്ട് പോകുന്നതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഇട്ട് അറ്റ ഷോർട്ട് സ്റ്റിച്ചിങ്ങിനുള്ള വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് DOP. അത് കഴിഞ്ഞാൽ പിന്നെ കളർ ഗ്രേഡിങ്. പിന്നെ ഏറ്റവും ഒരു സുധീറിൻ്റെ ഡെഡിക്കേഷൻ അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്കും അവിടെ ഈ അരിച്ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ അവിടെ 3 എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉണ്ട്, തിയേറ്ററുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി. മറ്റുള്ളവർക്ക് അത്ര കൊടുത്തിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്. ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾ പുറത്തിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കാണുക, അങ്ങനെയല്ല വിളിച്ചത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യം ട്രൈ ചെയ്തോളൂ,
എന്നിട്ട് ബാക്കി ഞാൻ കൈവച്ചോളാം. അതായത് പുള്ളിയാണല്ലോ അതിൻ്റെ ഫൈനൽ അതോറിറ്റി. അങ്ങനെ ഞങ്ങളോടുള്ള ഒരു നല്ലൊരു കോപ്പറേറ്റീവ് മൈൻഡായിരുന്നു പുള്ളി. അത് ഞങ്ങൾ ഇപ്പോൾ ബ്രദർലി ആണ് എപ്പോഴും. അതാണ് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം. സാധാരണ ഡയറക്ടർമാർ പറഞ്ഞു കൊടുക്കല്ലേ എഡിറ്റിങ്ങാണ്. അപ്പോൾ നമ്മുടെ ഈ കോംപ്ലിക്കേറ്റഡ് കഥ ആയതുകൊണ്ട് പുള്ളി പറയും ഒരു സിസ്റ്ററിക്കുണ്ട്, നീ റഫ് എഡിറ്റ് ചെയ്ത് വെച്ചോ, എന്നിട്ട് വന്നിട്ട് പുള്ളി ഫൈനൽ എഡിറ്റ് ചെയ്യും. അങ്ങനെ അപ്പോൾ പുള്ളി സ്റ്റുഡിയോ ഏൽപ്പിച്ച് പോണേ അവിടെ തന്നെ. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആയത് പടം. അല്ലെങ്കിൽ ഇന്നും തീരും അത്രക്ക് പടം കണ്ടാലേ കുറിച്ച് പറയാൻ പറ്റും. അല്ല ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ടോൺസെറ്റ് അതൊരു സംശയമില്ല. കാരണം വെച്ചാൽ സാധാരണ ഒരു പ്ലെയിൻ ലാൻഡല്ല, അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തീം തന്നെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് പാറമേ കൂടി ക്യാമറ എടുത്തുകൊണ്ട് പോകണമല്ലോ. അങ്ങനെ വരുമ്പോൾ അതിന് കുറേ റിസ്ക് ഉണ്ട്. ഇതിൻ്റെ അഭിനയിക്കുന്ന ഒരാൾ തന്നെ ക്യാമറമാനായിട്ടിരിക്കുന്ന അതിനകത്തൊരു വീഴ്ചയുണ്ട്. അയാൾ അങ്ങനെ കഥയിലുള്ളതാണ്. ആ വീഴ്ചയിൽ പുള്ളി ഒന്ന് വീണിട്ട് തന്നെ പുള്ളിയുടെ കാലും അതൊക്കെ പൊട്ടി ഇതായി. അപ്പോൾ ക്യാമറമാൻ്റെ ഈ 20 കിലോ ഉള്ള ക്യാമറയും എടുത്തുകൊണ്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ റിസ്ക് ഒന്ന് നോക്കിയേ. കോടിക്കണക്കിന് രൂപയുള്ള ക്യാമറയാണ്. അപ്പോൾ അത് അദ്ദേഹം നല്ല റിസ്ക് ചെയ്തു. അതിലൊക്കെ വി ആർ സോ പ്രൗഡ്. അപ്പോൾ ഞാൻ പിന്നെ കേട്ടൊരു കാര്യമാണ്, നമ്മുടെ ആക്ടേഴ്സ് ഇപ്പോൾ ഒരുപാട് പുതുമുഖ നടന്മാരും നടികളും ഈ സിനിമയിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൊതുവെ ഇങ്ങനൊരു ട്രെയിനിങ് ഒന്നും കൊടുക്കാറില്ലല്ലോ നമ്മൾ. പിന്നെ ഓഡീഷൻ കഴിഞ്ഞ് സിനിമ നോക്കണം. അപ്പോൾ ഒരു ആക്ടിങ് ക്ലാസ്സിനെ പറ്റി കേട്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്, അതുകൊണ്ട് എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എന്തുകൊണ്ട് എങ്ങനെയാണ് അത് വന്നത്? അത് ഡയറക്ടറിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പലരും നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സിനിമയ്ക്ക് മാക്സിമം പെർഫെക്ഷൻ കിട്ടുക എന്ന രീതിയിൽ ഇത് തീരുമാനിച്ച് അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ ഉടനെ ഇത് നടത്തുകയാണ്, റിഹേഴ്സൽ നടക്കുക. അത് 4 വെച്ച് ഡിഫറെൻറ്റ് ഡേയ്സിൽ നടത്തുകയാണ്. അതെനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തോളം നടത്തി. 10 മേലെ നടത്തി. അത് തന്നെ. കാരണം ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ആൾ അല്ല ഒരു മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ദിവസം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രശ്നമില്ല. ഒരാളോട് പറയുന്ന അത് പ്രൊഫഷണലാണ് ആൾ. ഇതങ്ങനെയല്ല. ഇവരെ ഉരുക്കി നല്ലൊരു ഫോമിലാക്കി എടുക്കണമെങ്കിൽ സമയമെടുക്കും. അത് തന്നെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഡയറക്ടറും മറ്റേ ആൾക്കാരും ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സമയമുണ്ട്, ക്ലിപ്തമായ സമയമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് അവരെ ഫോം ചെയ്തെടുക്കാനായിട്ടാണ് ഈ 12-15 ദിവസം ക്യാമ്പ് എടുത്തത്. എല്ലാവരും വന്നു, ആത്മാർത്ഥമായിട്ട് വന്നു. അത് ചില ദിവസം ദൂരെയുള്ള അതെ കാസർഗോഡുള്ള ഒരു പയ്യനുണ്ട്. ഇപ്പം ഇല്ല, പുള്ളി വിദേശത്താണ്. ആ പുള്ളി ഭയങ്കരമായിട്ട് അവിടെ നിന്ന് വന്ന് പിന്നെ തിരിച്ചു പോയി 11-12 മണിക്കൊക്കെയാണ് രാത്രി റിഹേഴ്സൽ കഴിഞ്ഞ് ഓരോരുത്തർ പോകും, തിരിച്ചു പോകണം. പിന്നെ രാവിലെ അതാണ് ഒരു സിൻസിയറിറ്റി ആ കലയോടും അഭിനയത്തോടും. അതെ, ഇതിന് റിഹേഴ്സൽ ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഷോട്ടാണ്. കണ്ടിന്യൂസ് പോകുമ്പോൾ ഇതിന് റിഹേഴ്സൽ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാതെ അതിലേക്ക് പോകാൻ പറ്റില്ല. അത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും നന്നായിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അത് ക്യാരക്ടർക്ക് ഇതാണ് ക്യാരക്ടർ എല്ലാം ശരിക്കും എല്ലാവർക്കും ഡയലോഗും എല്ലാം അവർക്ക് അറിയാം കൃത്യമായിട്ട്. പിന്നെ കുറേ നമ്മൾ അവിടെ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്നാൽ പോലും അവർ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇതാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ശരി, അത് പലപ്പോഴായിട്ടും പുതുമുഖം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനും എല്ലാം മാറി കിട്ടി. അവർക്ക് അതിൽ കുറച്ചുകൂടെ അവർക്ക് കംഫർട്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റിഹേഴ്സൽ അടിക്കുന്ന ടൈമിംഗ് ആയിരുന്നു നമുക്ക് റിഹേഴ്സൽ അടിക്കേണ്ട വന്നുള്ളൂ. മറ്റേതാകുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഡയലോഗ് തെറ്റുന്നുണ്ടോ, ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ ടൈമിംഗ് മാത്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വന്നു. കാരണം ഇവരുടെ റിഹേഴ്സൽ ചെയ്തത് ഒരു റൂമിനകത്താണെങ്കിൽ അവർ പ്ലേ ചെയ്യുന്നത് നമ്മൾ അവിടെ കോമ്പോസിഷൻ ചെയ്യുന്നതിൻ്റെ ഒരു അളവ് വ്യത്യാസം ഉണ്ടാവും. ആ അളവിലേക്ക് അവർ എത്തിച്ചു എന്ന് മാത്രമേ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ പുതുമുഖം അല്ലാണ്ട് പിന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ കുറച്ച് പേരും കൂടെ ഉണ്ട്. സുധിക്കോപ്പ, ഐശ്വര്യ, മോളി ചേച്ചി. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലേ ഭയങ്കര കുറേ സംഭവങ്ങളുണ്ട് പറയാൻ. എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറയാം. നമ്മൾ ഈ പ്രൊജക്റ്റ് ഓണാക്കിയപ്പോൾ തന്നെ പല നടന്മാരുടെ അടുത്ത് നമ്മൾ പോയി. അപ്പോൾ അവർ ചോദിക്കണത് മുമ്പ് പടം ചെയ്തിട്ടുണ്ടെന്നാണ്. മുമ്പ് പടം ചെയ്തവർക്കാണെങ്കിൽ ഡേറ്റ് തരും, അല്ലെങ്കിൽ അവന് സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന അങ്ങനെയുള്ളവർക്കേ തരുള്ളൂ. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഡേറ്റ് തന്നാലല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലായിടത്തും പോയിട്ടും ആരും തന്നില്ല. ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും പുതുമുഖങ്ങൾ വെച്ചുകൊണ്ട് എന്തിനാ പടം ചെയ്യുക. നമ്മൾ ഓടിച്ചെന്ന് തന്നെ ഒരാളും വരില്ല. നമ്മുടെ പിന്നിൽ ആരുണ്ട്, എന്ത് കഴിവൊന്നും നോക്കണമെന്നില്ല അവർ. അങ്ങനെ സുധി ഞങ്ങളുടെ നാട്ടുകാരനാണ്.
നമ്മുടെ കൂട്ടുകാരൻ എല്ലാവരും ഞങ്ങളുടെ കൂടെ അഭിനയിച്ച് മിക്കവരെയും കൂട്ടുകാരനാണ് സുധി ഇതൊന്നും നിന്നില്ല. നേരെ തന്നെ കഥ ഇപ്പോൾ ജോർജ് ചേട്ടനും കേട്ടിട്ടില്ല. ഒരുപക്ഷെ കഥ കേട്ടായിരുന്നെങ്കിൽ നമ്മൾ വളരെ അഡ്മയർ ചെയ്യണം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ കഥ കേൾക്കാതെ ആ സൗഹൃദത്തിൻ്റെ പേരിൽ അപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ അത് നമുക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം. മറ്റേ വലിയ സ്റ്റാറുകളോ ഇതൊന്നും ഇല്ലെങ്കിലും അവരെ പിന്തള്ളപ്പെടാൻ പാടില്ല. അവർക്കൊരു നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കണം. കാരണം അവർ ഇതിനു വേണ്ടി മാത്രം ജീവിച്ചു നടക്കുന്ന ആളാണ്. അപ്പോൾ ഒന്ന് കൈപിടിച്ച് ഉയർത്തണം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കണം. അത് നന്നായി. പിന്നെ ഐശ്വര്യ ആണെങ്കിലും ഐശ്വര്യ എന്ന് എനിക്കറിയാം, അവരുടെ അച്ഛനറിയാം, അമ്മയെ അറിയാം, ആ കുടുംബത്തെ അറിയാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 1-2 പരിപാടികളൊക്കെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴൊരു ഒരു നല്ലൊരു ഇത്. പിന്നെ മോളി ചേച്ചി പല കാര്യത്തിൽ നമുക്കിപ്പോൾ ചവിട്ടാടമായിട്ടും മറ്റ് കലകളുമായിട്ട് അവർ വളരെ ഡെഡിക്കേറ്റഡാണ്. അപ്പോൾ അവർ വിളിച്ചപ്പോഴും അവർ പറഞ്ഞ് കുഴപ്പമില്ല. ഇന്ന് തന്നെ ഇപ്പോൾ കണ്ട ഇൻ്റർവ്യൂവിന് അവർ വളരെ സുഖമില്ലാഞ്ഞിട്ട് പോലും അവർ വന്നു. അത് അവരുടെ ആ ഒരു സ്നേഹമാണ്, ആ കലയോടുള്ള ആത്മാർത്ഥതയാണ്. അപ്പോൾ അതാണ് ഈ സുധി ചേട്ടൻ കറക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അല്ലേ, അപ്പം തന്നെ വന്നു കറക്റ്റ് സമയത്ത് വരും. അത് നമ്മളൊക്കെ പുതുവാണ്. ഞാൻ പുള്ളിയെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കണേ, പക്ഷെ പുള്ളി എന്നെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കണത്. കറക്റ്റ് സമയത്ത് വരും, കറക്റ്റ് സമയത്ത് പോകും. ഡബ്ബിങ്ങിന് വരെ പുള്ളി കറക്റ്റായിട്ട് പഞ്ച്വലിറ്റി ആയിട്ട് വരും. നമ്മളൊക്കെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി താമസിക്കും. പക്ഷെ പുള്ളി ഇത് ചെറുതാണോ വലുതാണെന്നൊന്നുമില്ല, പക്കയായിട്ട് വരും. പിന്നെ എങ്ങനെ വന്നെ എവിടെ നിന്ന് വന്നി ബൈക്കിനാണ് അവനെ കാരണം അതൊന്നും പറയാൻ പറ്റില്ല. പുള്ളി കറക്റ്റ് ടൈമിന് ആ സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഭയങ്കര പുള്ളിയോട് ഭയങ്കര ഇതുണ്ട്, നന്ദിയുണ്ട്. പിന്നെ മോളി ചേച്ചി എന്ന് പറഞ്ഞാൽ സിനിമാക്കാർ വിളിക്കാണ്ട് കിടക്കണമായിരുന്നു മോളി ചേച്ചീനെ. എന്നിട്ട് ഞാൻ പോയിട്ട് മോളി ചേച്ചി വിളിച്ചത് ഞങ്ങളുടെ അയൽവാസിയും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാണ്. കറക്റ്റ് കാര്യം പറഞ്ഞപ്പോൾ മോളി ചേച്ചി ആടി എണീച്ച് വന്നു. അതിൻ്റെ അകത്ത് പിന്നെ മോളി ചേച്ചിനെ സുധീനെ അവരെയൊക്കെ നമ്മ കുത്തിക്കറ്റിയേക്കണല്ലേ ഈ കഥാപാത്രത്തിൽ. എല്ലാം പക്ക കഥാപാത്രം, അവർക്ക് വേണ്ട കഥാപാത്രങ്ങളാണ് പക്ക പ്ലേസ്മെന്റ് ചെയ്തേക്കണത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. ആത്മാർത്ഥമായിട്ട് ഞാനും ജോർജ് ചേട്ടനും ഞങ്ങളുടെ ടീം നന്ദി പറയുകയാണ്. ഇപ്പൊ പൊതുവെ നമ്മളിപ്പം ഒരുപാട് സിനിമ മലയാളത്തിലും എല്ലാത്തിലും ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം പുതുവരുന്ന സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമ, പുതിയ ഡയറക്ടേഴ്സൊക്കെ മലയാള ഇൻഡസ്ട്രി രണ്ടും കൈയ്യട്ടി സ്വീകരിക്കാറുണ്ട് തോന്നുന്നുണ്ടോ? നേരത്തെ അത് പറഞ്ഞോടെ ഞാൻ എടുത്ത് ചോദിക്കുന്നത്, അങ്ങനെ സ്വീകരണത കിട്ടാറുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? പുതിയ ഡയറക്ടർമാർക്കാണ് കിട്ടാറേ ഇല്ല. നല്ല ബാനറും വലിയ ബാനറൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. ഞങ്ങൾ തന്നെ ഈ പടത്തിന് വേണ്ടി പല ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴും ചോദിക്കണ ഈ ജീവചരിത്രം, എന്താ പേരിൻ്റെ വാലും അതൊക്കെയാണ്. ചിലപ്പോൾ കൊമേഴ്ഷ്യൽ സൈഡായിരിക്കും അവർ നോക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ആത്മാർത്ഥമായി ഈ കലാകാരന്മാരെ ഇതുപോലെയുള്ള ആളുകളെ ഉയർത്താനായിട്ട് ആളുകൾ പരിശ്രമിക്കൽ കുറവാണ്. ശരിയാണ്, അതാണ് കാര്യം. പക്ഷെ ചിലപ്പോൾ ഇതുപോലെയുള്ള സിനിമകളായിരിക്കും ഏറ്റവും വിജയം നേടുന്നത്. അവരുടെ ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് ചില്ലറയല്ല. എഫേർട്ട് വെറുതെ കാണിക്കണമല്ല, ഫുൾ സിൻസിയറിറ്റി ആൻഡ് സാങ്ക്ടിറ്റി. അതാണ് അവരുടെ ആ പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് എന്തായാലും ഫലമുണ്ടാവും. മനസ്സിലായി? അതിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യമേ ഈ സിനിമയുടെ ആദ്യം കാണുമ്പോൾ പലർക്കും ഇതെന്താണിത് എന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ കഥ തുടങ്ങണത്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് തുടക്കം ഉണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം അതാണ്. ഈ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് കഥയുടെ പോക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ലാഗ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ മറ്റു ചില പടങ്ങളിലെ പോലെ വരുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കാണികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പടം നിങ്ങളകത്ത് കയറിയാൽ പൂർണ്ണമായിട്ടും തീരുന്നവരെ കാണുക. ആദ്യം കണ്ടതല്ല പടം, സിനിമക്കുള്ളിലെ ഒരു സിനിമയാണിത്. ഒരു സംവിധായകൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ കൃത്യമായ രൂപമാണ് അഭ്രപാളികളിൽ പകർത്തിയെടുത്തൊരു രൂപമാണ്. അതാണ് നമുക്ക് പറയാം. അതായത് കലയെ സ്നേഹിക്കുന്നവരെ അല്ലെ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ അതാണ്, അവസാനം വരെ നിങ്ങളുടെ ഇരിപ്പിടം ഉപേക്ഷിക്കരുത്. ഈ സിനിമ തുടങ്ങുന്നത് അതാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഞാനും ജോർജ് ചേട്ടനും സിനിമ ഫീൽഡ് പുതിയതാണ്. പക്ഷെ ഇവർ രണ്ടുപേരും നേരത്തെ കുറെ സിനിമകൾ ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ഇതിനെക്കുറിച്ച് അവർ പറയട്ടെ. അതെ, ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് എഡിറ്റിങ് തന്നെ
ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. അത് പ്രസൻറ്റ് പാസ്റ്റ് അങ്ങനെ കട്ടിങ്ങിലാണ്. ഹരിയേട്ടൻ അത് കുറച്ച് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് അതാണ്. പക്ഷേ അതിന് മേക്കിങ് നല്ല രസകരമായി വരുന്നത്. ഇത് സെക്കൻഡ് ഹാഫാണ് ശരിക്കും ഈ സിനിമ. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ഓർക്കും ഇതെന്താ ഇങ്ങനത്തെ ഒരു രീതിയിൽ ലാഗ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനത്തെ രീതിയിൽ മേക്ക് ചെയ്യണമെന്ന് നോക്കി. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലീഡ് പോരുന്നത് ക്ലൈമാക്സിലേക്ക്. ക്ലൈമാക്സ് എന്നല്ല, സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ വേറൊരു സിനിമ തുടങ്ങും, വേറൊരു പാറ്റേൺ സിനിമ തുടങ്ങും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അത് ഇതുകൊണ്ടാണ് കഥയാണ്. അന്നേരം മനസ്സിലാവുള്ളൂ. അതിപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ത്രില്ല് അടിപ്പിക്കും സെക്കൻഡ് ഹാഫ്. അത് ഷുവറാണ്. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ട്വിസ്റ്റ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇതെന്താണ് ഇങ്ങനെ കാണിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ലീഡ് മുഴുവൻ കൊടുക്കുന്നത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ഷോട്ടുകൾ പോകുമ്പോൾ അത് ഇങ്ങനെ സ്റ്റിച്ചിങ് ഷോട്ടുകൾ കൂടുതലും വരുന്നുണ്ട്. അതുകൊണ്ടുള്ള ചെറിയൊരു ലാഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ കുറച്ച് ടൈമിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ പോലും, പുതിയ ആൾക്കാരാണല്ലോ, അതിൻ്റെ ഒരു ചെറിയ ടൈമിംഗ് ലാഗ് ഉണ്ടാവുള്ളൂ. പക്ഷേ അത് സെക്കൻഡ് ഹാഫിൽ അത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് എന്തുകൊണ്ടാണ് ആ ടൈമിങ് ലാഗ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാവും. ഈ സിനിമയിൽ പാട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ടോ? പാട്ടുകളുണ്ടോ? സംഗീതം പാട്ട് 4 പാട്ടുണ്ട് അതിനകത്ത്. ഇപ്പോൾ അറിയാമല്ലോ, പഴയ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഗീതത്തിൻ്റെ ഭാവവും അല്ല വരികളും ഒക്കെ ഇപ്പോൾ വയലാർ ദേവരാജൻ, MK അർജുനൻ, ശ്രീകുമാരൻ തമ്പി അങ്ങനത്തെ ആളുകളുടെ ആ രീതി അല്ല ഇപ്പോൾ ഭയങ്കര ഒച്ച ബഹളമൊക്കെ ഉണ്ട്. ചെറുപ്പക്കാർക്ക് അത് മതി. അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പാട്ടുണ്ട്, ഒരു പ്രണയഗാനമുണ്ട്. ആ പ്രണയഗാനം വളരെ ഭംഗിയാക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു, സാറേ അത് പ്രണയഗാനമൊക്കെ ഇതിനകത്തുണ്ട്, പക്ഷെ അത് വേറൊരു ലെവലിലാക്കിയ പോരെ, നമുക്ക് പറ്റില്ല. നമുക്ക് ഒരു പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ആ രാഗങ്ങളുടെ ആ രസത്തിൽ ഒരു പാട്ട് വേണം. അപ്പോൾ ഓക്കെ, ഒരു പാട്ട് എഴുതിച്ചു. അത് നല്ല ഒരു 4 നോവലും ഒരുപാട് കവിതകൾ പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്തിട്ടുള്ള റോബിൻ പള്ളുരുത്തി എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊണ്ട് വരികൾ എഴുതിച്ചു. സിറ്റുവേഷൻ സുധീർ സാലി ഡയറക്ടർ പറഞ്ഞു കൊടുത്തു, എഴുതി. അപ്പോൾ ആരെ കൊണ്ട് അത് സംഗീത സംവിധാനം. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ അടുത്തത് ആളാണ് കലാഭവൻ സാബു. അതായത് എന്ന് വെച്ചാൽ അർജുനൻ മാസ്റ്ററിൻ്റെ എല്ലാ ട്രാക്കുകളും അർജുനൻ മാഷിനോടുകൂടി ഇടുന്ന ആളാണ്. അവസാനത്തെ ജയരാജൻ സാറിൻ്റെ പടത്തിലെ പാട്ട് അദ്ദേഹത്തിന് അതിന് അവാർഡും കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അത് നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞൊരു രസകരമായ പാട്ട്, മനസ്സിൽ കൊള്ളുന്ന ഒരു പാട്ട്, സിറ്റുവേഷൻ. അപ്പോൾ അതാണ് അദ്ദേഹം തന്നെ പാടാനും പറഞ്ഞു. പോണ വഴിക്ക് ഞാൻ ഇവിടെ നിന്ന് സ്റ്റുഡിയോയിലേക്ക് പോവാണ്, തമ്മനത്തെ സ്റ്റുഡിയോയിലേക്ക് പോണ വഴിക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇത് ഡ്യുവറ്റ് ആക്കിക്കൂടാ? അപ്പോൾ സാറേ അതിൻ്റെ ആവശ്യമില്ല, ഒരെണ്ണം മതി. അപ്പം ഞാൻ ഓരോ ചിന്ത ഓരോ ദിവസം എൻ്റെ അതാണ്, ഇതൊന്ന് ഒരു യുഗ്മഗാനമാക്കിയാലേ എങ്ങനെ ഉണ്ടാവും, ഭംഗിയാവും. അങ്ങനെ വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ആ നേരത്ത് സ്റ്റുഡിയോയിൽ നിന്ന് എങ്ങനെ ഒരു ഗായികനെ വിളിക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ലൊരു ഗായികയാണ്, ഒരുപാട് ആൽബം ഇറക്കിയിട്ടുള്ള കുട്ടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാര്യം, സാബു വിളിക്കുക, വൈഫിനെ ഞാൻ വിളിച്ച് സംസാരിക്കും, എനിക്കറിയാവുന്ന അവരുടെ കുടുംബം. പുള്ളിക്കാരത്തി വന്നു. കാരണം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ചില അവരുടെ പാട്ടിൻ്റെ സ്വരങ്ങൾ എസ് ജാനകി അമ്മയുടെ അതേ സ്റ്റൈലിൽ വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു നല്ല അവസരമാണ്. ആ സ്റ്റുഡിയോ വെച്ചിട്ട് പാട്ട് പഠിപ്പിച്ച് ഒരു 3 മണി മുതൽ 8 മണി വരെ പാട്ട് പഠിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യും. അതിമനോഹരമായ പാട്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ പ്രേതങ്ങളുടെ കൂട്ടം, അപ്പൊ നിങ്ങൾക്കൊക്കെ പ്രേതങ്ങളുടെ വിശ്വാസമുണ്ടോ? പ്രേതം, ദൈവം, അതൊക്കെ വിശ്വാസമുള്ളവരാണോ? ദൈവത്തെ വിശ്വാസമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന എല്ലാവരും അത് തന്നെയായിരിക്കും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ അല്ലല്ലോ, ഇതൊരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ചില നേരം അവിടെ നിന്നാണ് പ്രേതം വരുന്നതും അവിടെ നിന്നാണ് ചെലുത്താൻ വരുന്നതും ഒക്കെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി അവിടെ ഉണ്ട്. അത് ഏത് മതത്തിലായാലും, മുസ്ലിം ആവട്ടെ, ഇദ്ദേഹം മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇദ്ദേഹം ക്രിസ്ത്യാനാണ്, അദ്ദേഹം ഹിന്ദുവാണ്, എല്ലാവരിലും വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ തല്ലുപിടിക്കുന്ന ഒരു അർത്ഥമില്ല. നമ്മളിത് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്ന് തോന്നും. വയലാർ പറഞ്ഞ പോലെ എന്നെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്, മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ സിനിമ റിലീസ് നടക്കുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അത് സംവിധായകൻ പറഞ്ഞു, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അത് സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് നമ്മുടെ സിനിമ 2 ക്ലൈമാക്സ് ആണ്.
അപ്പോൾ ആദ്യമേ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കമൻറ്റ് പറയാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ കണ്ടതല്ല സിനിമ കാണാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ട്രീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു 1.25 മണിക്കൂർ അല്ലേ, 1.25 മണിക്കൂർ നിങ്ങൾക്ക് ചിന്തിക്കാനും ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾ വന്ന് പടം കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം. ഇതുപോലുള്ള പടങ്ങൾ ഇനി വരാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. കുറച്ച് വ്യത്യസ്തതയുള്ളൊരു ചിത്രമാണ്. 2 തുടക്കങ്ങളുണ്ട്. പിന്നെ പുതിയ ആൾക്കാരാണല്ലോ, അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയാൻ. പറഞ്ഞ പോലെ തന്നെ അല്ല, എനിക്കും പറയാനുള്ളതാണ്. കാരണം വെച്ചാൽ ഇനി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയാം, സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സാധാരണ എന്താ വെച്ചാൽ പുറകോട്ട് പോകണം. സാമ്പത്തികമായ ബാധ്യതകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ. അതിൻ്റെ കാരണം ഒന്ന് എനിക്ക് മനസ്സിലായത്, നല്ലൊരു സംവിധായകൻ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോട് പറയും കോസ്റ്റ് ഇത്രയാണ്. നമ്മളുടെ അടുത്ത് ഒരു 30, 50, 90 ലക്ഷം എന്ന് പറയാനായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് കണക്ക് കൂട്ടി ആ ഒരു രൂപ പറഞ്ഞാൽ അത് 50 പൈസ ആക്കാനായിട്ടുള്ള ഒരു കഴിവ്, ചിലവ് എങ്ങനെ ചുരുക്കാൻ പറ്റും എന്നുള്ളത്, അതാണ് ആ സംവിധായകൻ്റെ കഴിവ്. അപ്പോൾ എനിക്ക് കിട്ടിയ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ പാഷനായതുകൊണ്ടായിരിക്കും, സിനിമയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇത് വിജയിപ്പിച്ചെടുക്കണമെന്ന് ഉള്ളതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും പറയുന്നത്, നിങ്ങൾ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള, നമ്മളുടെ പടം മാത്രമല്ല, ഇതുപോലെയുള്ള ഡയറക്ടേഴ്സിൻ്റെയും കലാകാരന്മാരുടെയും മറ്റ് ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ പടങ്ങൾ കാണണം. അത് കണ്ട് അവരെ വിജയിപ്പിക്കണം. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തുടക്കത്തിലുള്ള ചെറിയ കലാകാരന്മാർ എല്ലാവരും അപ്പോൾ ഓരോ പടങ്ങൾ തുടങ്ങുമ്പോഴും പുതിയ സിനിമകൾക്ക് പുതിയ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഓരോ കലാകാരന്മാരും അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെല്ലാവരും നമ്മളിപ്പോൾ ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടില്ല. അപ്പോൾ അവരുടെ ഷോർട്ട് ഫിലിംസ് കൂടുതലും ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മൾ ഈ സിനിമയെന്നല്ല, നമ്മൾ ഏത് സിനിമയായാലും, ചെറിയ സിനിമകളായാലും വലിയ സിനിമകളായാലും എല്ലാവരും കണ്ട് ആസ്വദിക്കുക. ആ സിനിമ ശരിക്കും പൂർണ്ണമായിട്ടും തിയേറ്ററിൽ പോയിരുന്ന് കാണുക. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും പുതിയ നിങ്ങളുടെ സിനിമകൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.